ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നതായി എങ്ങനെയാണ് നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ക്രേപ്പിൻ്റെ ക്ലോത്താണ്. നമ്മുടെ കയ്യിൽ ഏത് ക്ലോത്താണ് അതായിട്ടൊക്കെ ഉണ്ടാക്കട്ടെ. ഏറ്റവും ഭംഗി നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്തായിരിക്കും. അപ്പോൾ 5 ഇഞ്ച് വീതി എടുക്കുക. നീളം നമുക്ക് ഒരു 28 ഇഞ്ച് നീളം എടുക്കുക കേട്ടോ. 28 ഇഞ്ച് നീളവും നമുക്ക് 30-32 വരെയൊക്കെ പോവാം കേട്ടോ. നമ്മുടെ കയ്യിൽ ക്ലോത്ത് ഉള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കുക. അപ്പോൾ ഞാൻ 28 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇത് ക്ലോത്ത് ഇതുപോലെ നമുക്ക് നല്ല വശം ചേരുന്ന രൂപത്തിൽ വെച്ചിട്ട് ഇതുപോലെ വെക്കാം. ഇതുപോലെ വെച്ചിട്ട് ഈ എഡ്ജിൽ കൂടെ നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ ഒന്നുകൂടി ഇതുപോലെ മറിച്ചെടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് ഇങ്ങോട്ട് നഖം കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കുക. ഇനി നമ്മൾ തയ്ച്ച ഭാഗം താഴേക്ക് വെച്ചിട്ട് മറ്റേ ഭാഗം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന കോലത്തിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്ലോത്തിനെ ആദ്യം ഒന്ന് ഇങ്ങോട്ട് മടക്കി പിന്നെ ഒന്നുകൂടി മടക്കി എടുക്കുക. ഇതുപോലെ ഒന്നിങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, പിന്നെ ഒന്നുകൂടെ മടക്കുക. അപ്പോൾ അത് ഉള്ളിലായില്ലേ. എന്നിട്ട് ഈ ഭാഗം സെൻറ്ററും ചേർന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ക്കാം നമുക്ക്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം. അതുപോലെ ബാക്കിൽ നിന്ന് അങ്ങോട്ടും വലിക്കുക. 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ ആ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ വരും. പക്ഷേ ആ ഉള്ളിലുള്ള ആ ക്ലോത്ത് മറ്റേ ക്ലോത്ത് നമ്മൾ മടക്കിയ ക്ലോത്തുമ്മൽ തട്ടരുത്. അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കത് ഉള്ളിൽ നിന്ന് മറിച്ചെടുക്കാനുള്ളതാണ്. അതിമ സ്റ്റിച്ച് ചെയ്താൽ പിന്നെ ഒന്നിനും പറ്റില്ല. അത് ആകെ കുടുങ്ങും. നമുക്ക് പിന്നെ ഇങ്ങോട്ട് വലിച്ചാൽ കിട്ടില്ല. ഇതുപോലെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അതുപോലെ നമ്മൾ ബാക്കിലും ഒന്ന് അങ്ങോട്ടും 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ള് സ്റ്റിച്ച് ചെയ്യാൻ നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വിടണം. ഇത്ര ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അതുവരെ തയ്ച്ച് നിർത്തുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാവും. നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാനൊക്കെ ഉള്ള ഹോളാണത്. എന്നിട്ട് നമുക്ക് ആ തുണീനെ ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വലിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിലാണ് നമുക്കിനി ഇലാസ്റ്റിക് ഇടാനുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത് നീളം എത്രയെന്ന് ഞാൻ 8 ഇഞ്ചാണ് നീളം എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് നീളം എടുത്ത് ഇനി നമുക്കൊരു പിൻ കുത്തി കൊടുത്തിട്ട് നമ്മുടെ
ആ ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ, ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് മറ്റു ഭാഗത്തുകൂടി തിരിച്ചെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ ഭാഗം നല്ലോണം പിടിച്ച് വെച്ചാൽ അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കൂടി പോകും വീണ്ടും. അപ്പോൾ ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് തമ്മിൽ നന്നായിട്ട് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇലാസ്റ്റിക് നന്നായിട്ട് കെട്ടിയിട്ടിട്ട് അടിച്ചു കൊടുക്കുക. ഇതുപോലെ പിടിച്ച് നന്നായിട്ട് തേച്ചെടുക്കുക. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളൊന്ന്, നമ്മളവിടെ ഇലാസ്റ്റിക് കയറ്റാനിട്ടിരുന്ന ഹോള് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ആ വിട്ടിട്ടുള്ള ഹോളൊന്ന് ശരിയാക്കാനും കൂടെ ഉള്ളൂ. ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നല്ല രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അറ്റത്ത് കൂടി ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത്, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റും വേണ്ട. നമ്മൾ സ്റ്റിച്ചിങ് അറിയണവർക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഓരോന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.